അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അംശബന്ധം എന്ന് പറയുന്ന, അതായത് റേഷ്യോസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇപ്പൊ തന്നെ വെള്ളവും ആസിഡോ അല്ലെങ്കിൽ പാലും വെള്ളമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3, അതെ, ആസിഡ് A വാട്ടർ W 4:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ റേഷ്യോയില് ചോർക്കാണ്. അംശബന്ധത്തിലാണ് 10 ലിറ്റർ ആസിഡ് കൂടി ചേർത്തപ്പോൾ അത് 3:1 ആയി. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് 4x:3x. ഓക്കെ, ഇനി 10 ലിറ്റർ വെള്ളം കൂടി അങ്ങോട്ട് 10 ലിറ്റർ ആസിഡ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് 4x+10:3x ആകുമ്പോൾ എന്താവും? 3:1 ആവും. ഓക്കെ, ഇങ്ങനെ വരുമ്പം 3:1 ആവും. അതിന്റെ അർത്ഥം എന്താണ്? 4x+10/3x = 3/1. അങ്ങനെ ചേർക്കുമ്പം ഇപ്പൊ ഉണ്ടാവുന്ന ദ്രാവകത്തിൽ, അതായത് ഇപ്പൊ ഉണ്ടാവുന്ന ആ മിക്സ് എന്താണ്? ആസിഡും വെള്ളവും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സംഭവം എന്താക്കുക? സോൾവ് ചെയ്യുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കാണുക, എന്നിട്ട് അതിലങ്ങോട്ട് ഇടുക. ഇത് ഏതാണോ ഓപ്ഷൻ എന്നുള്ളത് പറയുക എന്നുള്ളതാണ്. അപ്പം 4x+10/3x = എന്താണ്? 3/1 അല്ലെങ്കിൽ 3:1 എന്താണ്? അംശബന്ധത്തിലായി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ 3x ഇങ്ങോട്ട് വരും, 1 ഇങ്ങോട്ട് വരും. അപ്പം 4x+10 = 9x. ഈ 4x ഞാൻ അങ്ങോട്ട് വരുമ്പോൾ 10 = 5x. അപ്പൊ x = എന്താവും? 2 ആവും. ഓക്കെ, അപ്പം ആസിഡും വാട്ടറും എന്നുള്ളത് 4x-ഉം 3x-ഉം ആണല്ലോ. ആസിഡും വാട്ടറും എന്നുള്ളത് 4x:3x എന്നാണ്. അപ്പം 4x2 8:3x2 6. ഇതാണ് ഉത്തരം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ചെല്ലും. അപ്പോൾ ഇവിടെ ഒന്നും കാണൂല. ശരിക്കും ചോദിക്കുന്നത് നമ്മൾ 10 ലിറ്റർ വെള്ളം ആസിഡ് ജാസ്തി ഇവിടെ, അതായത് കൂടുതൽ നമ്മളിവിടെ ചേർത്തല്ലോ, അതിന് ശേഷം എന്താണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അങ്ങനെ ആവുമ്പം ഈ പറയുന്ന ഈ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. അതായത് ഇവിടെയുള്ള ഇതിനോട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം 18:6 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ട് വരിക. ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ബൈ.